ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ്. 2006 മെയ് മാസത്തിലാണ് കൊലപാതകം നടന്നത്. ബിന്ദുവിനെ കൊന്നു കഷ്ണങ്ങളാക്കി പള്ളിപ്പുറത്തെ വീടിന്റെ പല ഭാഗങ്ങളിലായി കുഴിച്ചിട്ടു. പഴകിയെന്ന് ഉറപ്പാക്കിയ ശേഷം എല്ലുകൾ കത്തിച്ചു. ബിന്ദുവിന്റെ പണം തട്ടിയെടുക്കാനായിരുന്നു കൊലപ്പെടുത്തിയതെന്നാണ് സെബാസ്റ്റ്യന്റെ മൊഴി. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, ഗുഡ് ഈവനിങ്. ഈ കേസിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ രണ്ടെണ്ണം. ഒന്ന്, ഇത്രയും പണ്ട് നടന്ന ഒരു തിരോധാനം അല്ലെങ്കിൽ ഒരു കൊലപാതകം, അതിനുശേഷം ഇയാൾ ഈ മൊഴിയെടുപ്പുമായി സഹകരിക്കുന്നില്ല, പോലീസുകാരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്നത്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിലും ഒരു പരിഹാരമെന്ന നിലയിൽ കാര്യങ്ങൾ നീങ്ങുകയാണോ? ഒന്ന്, ഇയാൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു, നിർണായകമായ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. രണ്ട്, ഇതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണത്തിൽ ഇനിയുള്ള വെല്ലുവിളികൾ എന്താണ്? കൃഷ്ണ, ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന വെല്ലുവിളികൾ അത് ഇപ്പോഴും തുടരുകയാണ്. ഈ പ്രതി സെബാസ്റ്റ്യൻ ഇതൊക്കെ സമ്മതിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സമ്മതിച്ചതിന്റെയൊക്കെ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. സെബാസ്റ്റ്യൻ പറഞ്ഞതനുസരിച്ച് സെബാസ്റ്റ്യന്റെ ഏറ്റവും ഒടുവിലെ കുറ്റസമ്മതം വെച്ച് 2006 മെയ്യിലാണ് ഈ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയത്. അതിനുശേഷം 2025 നടക്കുന്ന ഈ തെളിവെടുപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ്. ഈ 2006 മെയ്യിൽ കൊലപ്പെടുത്തിയ ശേഷം പള്ളിപ്പുറത്തെ വീടിന് സമീപത്ത് പലയിടങ്ങളിലായി മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടു. അത് അഴുകി എന്ന് ഉറപ്പിച്ച ശേഷം ആ കുഴി വീണ്ടും തുറന്ന് അതിനുള്ളിലെ അവശിഷ്ടങ്ങൾ, അതായത് എല്ലുകളായ ശേഷം അത് വീണ്ടും കത്തിച്ചു. ആ കത്തിച്ച എല്ലിന്റെ അവശിഷ്ടങ്ങൾ പലയിടങ്ങളിലായി കുഴിച്ചിട്ടു, ഉപേക്ഷിച്ചു എന്നുള്ളതാണ് സെബാസ്റ്റ്യൻ ഇന്നലെയും ഇന്നുമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തണ്ണീർമുക്കം ബണ്ട്, ഒപ്പം നാളെ സംസ്ഥാനത്തിന് പുറത്തുള്ള വേളാങ്കണ്ണി, കുടക് അടക്കമുള്ള മേഖലകളിലൊക്കെ തെളിവെടുപ്പ് നടക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ എന്തെങ്കിലും കണ്ടെത്താനാവുന്ന ഒരു പ്രതീക്ഷയും അന്വേഷണ സംഘത്തിനില്ല. പക്ഷേ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവിടെയൊക്കെ തെളിവെടുപ്പ് നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇതുവരെ ഈ അന്വേഷണ സംഘം ഉണ്ടായിരുന്നത് സംശയം മാത്രമായിരുന്നു. ഈ കുഴിച്ചിട്ട ശേഷം അത് വീണ്ടും പുറത്തെടുത്ത് സംസ്കരിച്ച് ഉപേക്ഷിച്ചു എന്നുള്ളത്. അതിപ്പോൾ സെബാസ്റ്റ്യനിൽ നിന്ന് തന്നെ അന്വേഷണ സംഘത്തിന് വ്യക്തമായ ഒരു മൊഴിയായി ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ കോടതിയിലെത്തുമ്പോൾ എത്രത്തോളം അന്വേഷണത്തിന് സഹായകമാകും എന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. എന്തായാലും ഇപ്പോൾ ഈ തണ്ണീർമുക്കത്ത് സെബാസ്റ്റ്യനുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ക്രിസ്റ്റിന. വിഷ്ണു, ഈ തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. ഇത് ഈ ഒരു കേസിൽ, ബിന്ദു പത്മനാഭൻ കൊലക്കേസിലാണ് ഇയാളുടെ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുമ്പോൾ ഇതിന് ഉപരിയായി മറ്റു ചില കേസുകൾ കൂടി ഇയാളുടെ പേരിൽ, മറ്റു ചില തിരോധാനങ്ങളൊക്കെ ഇയാളുടെ പേരിൽ വന്നിരുന്നല്ലോ. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ കൂടെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. അന്ന് എന്താണ് നടന്നത്, ഇയാളുടെ മോട്ടീവ് എന്താണ്? ഇതുപോലെ സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം അവരിൽ നിന്ന് പണം തട്ടുകയാണോ, ഈ കേസിൽ പണം തട്ടുകയാണ് ലക്ഷ്യമെന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. തീർച്ചയായും ഇതിൽ നിലവിൽ 3 തിരോധാന കേസുകളായിരുന്നു ആദ്യഘട്ടത്തിൽ സെബാസ്റ്റ്യനെതിരെ ഉണ്ടായിരുന്നത്. ഒന്ന് ജയനമ്മ, മറ്റൊന്ന് ഐഷ, മറ്റൊന്ന് ബിന്ദു പത്മനാഭൻ. ഇതിൽ ജയനമ്മ കേസിലും ബിന്ദു പത്മനാഭൻ കേസിലും അതൊരു തിരോധാനത്തിനപ്പുറത്തേക്ക് കൊലപാതക കേസുകളായി പരിണാമം ചെയ്യപ്പെട്ടു. അത് കേസുകളിലും അത് കൊലപാതക കേസുകളായി മാറുകയും ചെയ്തു. അതിൽ ജയനമ്മ കേസിൽ അല്പമെങ്കിലും മുന്നേറ്റമുണ്ടാക്കാൻ അന്വേഷണ സംഘത്തിനായിട്ടുണ്ട്. കോട്ടയം ക്രൈംബ്രാഞ്ചാണ് അത് അന്വേഷിച്ചത്. അത് 2024 നടന്ന കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ അതിൽ തെളിവ് ശേഖരണമടക്കം അത്ര വെല്ലുവിളി ഉണ്ടായിരുന്നതല്ല. അതിൽ ഒരു പരിധിവരെ കൃത്യമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും തെളിവുകൾ ശേഖരിക്കാനും അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ബിന്ദു പത്മനാഭൻ കേസിലേക്ക് വരുമ്പോഴാണ് അല്പം വെല്ലുവിളി ഉണ്ടാകുന്നത്. മറ്റൊന്ന് ഐഷ തിരോധാന കേസാണ്. അതിൽ ഇപ്പോഴും ഒരു കൃത്യമായ പുരോഗമനം ഉണ്ടാക്കാനോ തെളിവുകൾ ശേഖരിക്കാനോ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. റോസമ്മ അടക്കം ഈ ബിന്ദു പത്മനാഭൻ ഐഷയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന പല ആളുകളെയും ചോദ്യം ചെയ്തെങ്കിലും കൃത്യമായ തെളിവുകൾ ശേഖരിക്കാനോ അതുമായി ബന്ധപ്പെട്ട് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ എവിടെ ഉപേക്ഷിച്ചു എന്ന് കണ്ടെത്താനോ ഇതുവരെ സാധിച്ചിട്ടില്ല. ആ കേസ് അന്വേഷിക്കുന്നത് ചേർത്തല പോലീസാണ്. ഒരുപക്ഷെ അവർക്കിത് ഒരു പുരോഗമനത്തിലേക്ക് കൊണ്ടുവരാനായില്ലെങ്കിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിൽ തന്നെ കേസ് കൈമാറാൻ, ഐഷ തിരോധാന കേസ് കൈമാറാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഇതുവരെ ഐഷ തിരോധാന കേസ് ഒരു കൊലപാതക കേസിലേക്ക് മാറിയിട്ടില്ല. ഇതും പ്രധാന 3 കേസുകളിൽ സെബാസ്റ്റ്യനെതിരായ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് 2 കേസുകൾ കൊലപാതകമായി മാറിയതും അതിന് റിപ്പോർട്ട് അന്വേഷണ സംഘം തന്നെ കോടതിയിൽ സമർപ്പിച്ചതും. ഇനിയിപ്പോൾ ഐഷ തിരോധാന കേസിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നുള്ള ഒരു ആലോചന കൂടി അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. നിലവിൽ ഇപ്പോൾ എന്തായാലും ഈ ബിന്ദു പത്മനാഭൻ കേസ് അത് കോടതിയിൽ ഒരു ശക്തമായ തെളിവുകളുള്ള ഒരു റിപ്പോർട്ടാക്കി സമർപ്പിക്കുക എന്നുള്ളത് ആണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. അതിലേക്ക് ഏതൊക്കെ രീതിയിൽ അവർക്ക് ഉപയോഗപ്രദമായ തെളിവുകൾ ലഭിക്കും എന്നുള്ളതിന്റെ ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. അതെന്തായാലും സംസ്ഥാനത്തിലേക്ക് പുറത്തേക്ക് കൂടി വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യൻ അന്വേഷണത്തോട് സഹകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്.
ശരി, ഈ കേസിൽ അന്വേഷണ സംഘത്തിന് നിർണായകമായ ചില മൊഴികൾ സെബാസ്റ്റ്യനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ വെല്ലുവിളി അവിടെ തീരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ആ തെളിവ് ശേഖരണം അത് കൃത്യമായി കോടതിയിൽ എത്തിക്കില്ല. ഇനി അങ്ങനെ കോടതിയിൽ എത്തിച്ചാൽ പോലും ഈ കേസ് കോടതിയിൽ നിൽക്കുമോ എന്ന ചോദ്യം ഇതൊക്കെയുണ്ട്. ഒപ്പം തന്നെ ആയിഷ തിരോധാന കേസിൽ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടിയുമിരിക്കുന്നു. അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.